പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സിനിമാ ലോകത്ത് നിരന്തരം നടക്കുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത്തരം വാണിജ്യ കലാപരിസരത്ത് ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഒരു പതിവായി മാറുന്നത്? നമ്മളതിനെ അല്പം ചരിത്രപരമായി തന്നെ വിശകലനം ചെയ്യേണ്ടത്. ഇന്ത്യയുടെ കലാപരിസരത്ത് ലാവണ്യപരമായി സ്ത്രീയെ കാണുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു വിശകലനം നമ്മളെ വളരെ എളുപ്പത്തിൽ ഒരു കൺക്ലൂഷനിലെത്തിക്കും. ആ കൺക്ലൂഷനാണ് സത്യത്തിൽ ഇന്ന് കാണുന്ന സിനിമാ രംഗത്ത് കാണുന്ന ലൈംഗിക കടന്നാക്രമണങ്ങളുടെ വേര് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കൺക്ലൂഷൻ മറ്റൊന്നല്ല, നമ്മുടെ സിനിമാ ലോകത്ത്, കലാലോകത്ത്, വാണിജ്യ കലാലോകത്ത് സ്ത്രീയെ ഒരു ഭോഗ വസ്തുവായിട്ടാണ് കാണുന്നത്. സ്ത്രീയുടെ ശരീരത്തെ റൊമാൻറ്റിസൈസ് ചെയ്ത് അതിൻ്റെ എറോട്ടിക്കായിട്ടുള്ള പ്രതലത്തെ ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മുടെ മിക്കവാറും കലാരൂപങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഭോഗ ശരീരം അല്ലെങ്കിൽ ഭോഗ ഉടൽ എന്നുള്ള ഒരവസ്ഥയെ എവിടെയും ഭംഗിയായി എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഇത്തരം എല്ലാ കലാരൂപങ്ങളിലും ചെയ്യുന്നത്. സിനിമയാകട്ടെ അത് കുറച്ചുകൂടി ഒന്ന് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒന്നാണ്, ഒരു മേഖലയാണ്. അല്ലെങ്കിൽ ഉടലഴകുകളെ അതിൻ്റെ ഏറ്റവും ദൃശ്യഭംഗിയിൽ അവതരിപ്പിക്കുന്ന ഒരു സങ്കേതം, ഒരു ആധുനിക സങ്കേതം എന്ന നിലയിൽ സിനിമാ രംഗത്ത് ഈ പ്രവണത ഒരു പടി കൂടി ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അതിന് സമാന്തരമായി പ്രശസ്തിയും ഒരു ഘടകമാണ്. സിനിമാ രംഗത്ത് കിട്ടുന്ന ഒരു സ്ത്രീ ഉടലിന് കിട്ടുന്ന പ്രശസ്തി, ആ പ്രശസ്തിയും ഇതിനൊരു ഘടകമാണ്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളെ ലാവണ്യപരമായിട്ട് ഈ രണ്ട് ഘടകങ്ങളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ വേര് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. അപ്പം അതിൻ്റെ ചരിത്രത്തിലേക്ക് വന്നാൽ, നമ്മൾ നൃത്തങ്ങളുടെ ചരിത്രത്തിലേക്ക് വന്നാൽ, നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ദേവദാസി സമ്പ്രദായം നിലവിലുണ്ടായിരുന്ന ഒരു കാലം. ദേവദാസി എന്നുള്ളത് ക്ഷേത്രങ്ങളിൽ ദേവന് വേണ്ടി അർപ്പിതമായിട്ടുള്ള ഒരു ശരീരമാണ്. നൃത്തവും മറ്റു കലാരൂപങ്ങളും ഒക്കെ അഭ്യസിച്ചിട്ടുള്ള ദേവനായി നിവേദിക്കപ്പെടുന്ന ഒരു പെൺശരീരത്തെയാണ് നമ്മൾ ദേവദാസി എന്ന് പറയുന്നത്. ദേവദാസി എന്ന സമ്പ്രദായം ഏത് വിധത്തിൽ അധപ്പതിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ അവരെല്ലാം തന്നെ ഒരു ഭോഗശരീര പ്രമാണിവർഗത്തിൻ്റെ, പൗരോഹിത്യവർഗത്തിൻ്റെ ഭോഗശരീരിയായി മാത്രം അധപ്പതിച്ചു പോകുന്ന അവസ്ഥയിൽ നമുക്ക് അറിയാം. അപ്പം അതിന് അനുക്രമമായിട്ട് വികസിച്ച് വന്ന ഒരു കാലഘട്ടത്തിൽ വികസിച്ച് വന്ന ഒരു സാമൂഹിക മാധ്യമം എന്ന നിലയ്ക്ക് സിനിമയിലും ഈ ഒരു പ്രവണത ആദ്യം മുതലേ തന്നെ ഉണ്ട്. അതായത് ഈ രംഗത്തേക്ക് വരുന്ന സ്ത്രീ ശരീരത്തെ മോശമായി ഉപയോഗിക്കുക എന്നുള്ള പ്രവണത ഉണ്ട്, ആദ്യം തന്നെ ഉണ്ട്. അപ്പം ആധുനിക കാലത്തോടുകൂടി ഈ മാധ്യമ മേഖല കുറച്ചുകൂടി വിപുലമായതോടുകൂടി ആ ഒരു മത്സരം, ഈ ഒരു മേഖലയിൽ കടന്നു കയറാനുള്ള മത്സരം പലപ്പോഴും ഒരു സ്ത്രീ ശരീരത്തെ പലപ്പോഴും ഈ മേഖലയിലുള്ള പുരുഷാധിപത്യത്തിന് എല്ലാ അർത്ഥത്തിലും കീഴ്പ്പെടുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയാണ്. ഇപ്പം ഇന്ത്യൻ സിനിമകളിൽ നമുക്കറിയാം സ്ത്രീകളെ നൃത്തരംഗത്തൊക്കെ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ട് എന്താണ്, ആ ഒരു കാഴ്ച ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കാമ്പുള്ള കഥാപാത്രങ്ങളുടെ കാമ്പിന് വേണ്ടി, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ കഥയുടെ ഗതിക്ക് വേണ്ടി
പൂർണ്ണമായും അത്തരത്തിലുള്ള രീതിയിലല്ല ഇന്ത്യൻ സിനിമകൾ പലപ്പോഴും സ്ത്രീകളെ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് സ്ക്രീനിലുള്ള ദൃശ്യഭംഗിക്ക് വേണ്ടിയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പാട്ടും നൃത്തവും മറ്റ് ലോകത്തിലെ ഏത് സിനിമകളിലേക്കാളും ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കടന്നു കയറാനുള്ള കാരണം. സ്ത്രീയുടെ ശരീരഭംഗി താളാത്മകമായും രാഗാത്മകമായും പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം ഒരു സമീപന രീതിയുടെ കാമ്പ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം തന്നെ എന്താണ്? ഒരു ഭോഗത്തിൻ്റെതായ കാമത്തിൻ്റെതായ രതിയുടേതായ ഒരു അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ് ഇന്ത്യൻ സിനിമകൾ എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എലമെൻ്റ് ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടും മാറുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള മത്സര രംഗത്ത് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി ആ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ മേനിയഴകിനെ പ്രദർശിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി ആണ് അത്തരമൊരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത്തരം ലൈംഗിക ചൂഷകരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ പലപ്പോഴും ഇത്തരം അഭിനിവേശമുള്ളവർക്ക് കീഴ്പ്പെട്ട് കൊടുക്കേണ്ടി വരുന്നത്. അപ്പം ഇതെങ്ങനെ മാറും എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാവണ്യശാസ്ത്രത്തിൽ അടിമുടിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ആസ്വാദനത്വത്തിൽ അടിമുടിയായിട്ടുള്ള അപനിർമ്മിതി സാധ്യമായാൽ മാത്രമേ ഇത്തരം വഷളന്മാരെ ഇത്തരം മേഖലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. സിനിമ പൂർണ്ണമായിട്ടും സീരിയസ് ആയിട്ടുള്ള ഒരു ഉപാധിയായി മാറുക, അത് പൂർണ്ണമായിട്ടും എന്താണ്, ഒരു കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള നടന ശരീരങ്ങളെ തിരഞ്ഞെടുക്കുന്ന രൂപത്തിലേക്ക് മാറുക. സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാസ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ, ഇത്തരം വിവക്ഷകൾക്ക് ഉപരി കഥാപാത്രത്തിന് യോജിച്ച നടീനടന്മാരെ ചൂസ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള സിനിമകളുടെ മാറ്റമാണ് ഒരുപക്ഷെ ഇത്തരം സിനിമയിലെ ഇത്തരം അബദ്ധസഞ്ചാരങ്ങളെ കുറയ്ക്കാൻ സഹായകരമായി മാറുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ലൈംഗിക കടന്നാക്രമണങ്ങൾക്കുള്ള സാധ്യതകൾ എപ്പോഴും സിനിമ അവശേഷിപ്പിക്കും. ആ വാർത്തകൾക്ക് പഞ്ഞമുണ്ടാവില്ല. സമകാലീന കേരള സമൂഹം അത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത്തരം സാധ്യതകൾ, ഇത്തരം അപനിർമ്മിതികൾ സംഭവിച്ചാൽ മാത്രമേ സിനിമയിൽ സ്ത്രീകൾക്ക് മാന്യമായ സിനിമാ രംഗം സ്ത്രീകൾക്ക് മാന്യമായ ഒരു തൊഴിലിടമായിട്ട് മാറുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല.